എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോക്ക് തുടങ്ങുകയാണ്. 10 മിനിറ്റ് മുമ്പ് ഞാൻ എന്താണ് ടോപ്പിക് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു വിട്ടുമാറാത്ത ചുമ, അതായത് ചുമ തന്നെ ചുമ. അത് കുറെ പേര് കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമയെ പറ്റി ചോദിച്ചു, കുറെ പേര് വലിയ ആളുകളിലെ മുതിർന്നവരിലെ വിട്ടുമാറാത്ത ചുമയെ പറ്റി ചോദിച്ചു. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കാം വിട്ടുമാറാത്ത ചുമയുടെ കാരണങ്ങൾ, അത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേ കാരണങ്ങളാണോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സോ ഒരു 70-75% കാരണങ്ങളും കുട്ടികളിലും മുതിർന്ന ആളുകളിലും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികളിലെ വിട്ടുമാറാത്ത ചുമയെ പറ്റിയിട്ട് സംസാരിക്കാം. സോ കുട്ടികളിലെ വിട്ടുമാറാത്ത ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോകേണ്ടത് അലർജിക് റൈനൈറ്റിസിനെ പറ്റിയിട്ടാണ്. അതിൽ പോസ്റ്റ്നേറ്റൽ ട്രിപ്പ്, അതായത് അവർക്ക് ഈ ഭാഗത്ത് ചെറുതായിട്ട് അവർക്ക് ഈ കഫം ഇങ്ങനെ ഇറ്റി കൊണ്ട് വീഴുന്നത് കൊണ്ട് തന്നെ അലർജിക് റൈനൈറ്റിസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തുമ്മലും ചീറ്റലും ചുമയും അല്ലെ, കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങുന്ന സമയത്ത്, പുലർച്ചെ എണീക്കുന്ന സമയത്തൊക്കെ സ്നീസ് ചെയ്യുക, തുമ്മുക, ചീറ്റുക, മൂക്ക് നൊലിച്ചുകൊണ്ടിരിക്കുക, ചുമയ്ക്കുക. അപ്പോൾ എന്നും വിട്ടുമാറാതെ നിൽക്കുന്ന, അതായത് ഇങ്ങനെ കുറഞ്ഞും കൂടി നിൽക്കുന്ന ഒരു ചുമയായിരിക്കാം പലപ്പോഴും അലർജിക് റൈനൈറ്റിസിന്റെ ഒരു ലക്ഷണം. സോ കുട്ടികളിൽ അത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആസ്മ തന്നെയാണ്. പലപ്പോഴും ഈ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ടാണ് എന്നും പറഞ്ഞിട്ട് ചികിത്സിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ പല കുട്ടികളിലും, നല്ലൊരു ശതമാനം കുട്ടികളിൽ നമുക്കത് കഫ് വേരിയന്റ് ആസ്മ എന്ന് പറയും. അതായത് കുട്ടികളിൽ ഈ വലിവ്, ശ്വാസം മുട്ടല് ആസ്മ എന്ന് പറയുന്ന പീഡിയാട്രിക് ആസ്മ, ചൈൽഡ്ഹുഡ് ആസ്മ, അതായത് കുട്ടികൾക്ക് ആസ്മ വരില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ. കുട്ടികൾക്കും വലിയ ആളുകളെ പോലെ തന്നെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആസ്മ തുടങ്ങാം. സോ ചൈൽഡ്ഹുഡ് ആസ്മ ഈസ് വെരി കോമൺ. സോ പക്ഷെ പലപ്പോഴും ഇത് ആസ്മ എന്ന് പറയാനുള്ള മടി കൊണ്ട് പല ഡോക്ടർമാരും, അച്ഛനമ്മമാർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. സോ പലപ്പോഴും കഫക്കെട്ട് എന്ന് പറഞ്ഞ് ആന്റിബയോട്ടിക്കും കൊടുത്തിട്ട് ഇങ്ങനെ വിടും. ആക്ച്വലി പലപ്പോഴും ഇതൊരു 80% കേസുകളിലും ചൈൽഡ്ഹുഡ് ആസ്മയായിരിക്കും. സോ കുട്ടികളിലെ ആസ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്വാസം മുട്ടലിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് ചുമയായിട്ടാണ്, വിട്ടുമാറാത്ത ചുമയായിട്ടാണ്. പ്രത്യേകിച്ചിട്ട് തണുപ്പ് കാലത്ത് കൂടുന്നു, തണുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുന്നു, പൊടിയും പുകയൊക്കെ തട്ടുമ്പോൾ കൂടുന്നു, രാത്രി തണുപ്പ് തുടങ്ങുന്ന രാത്രി സമയങ്ങളിൽ കൂടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. സോ രണ്ടാമത്തെ കാരണം ചൈൽഡ്ഹുഡ് ആസ്മയാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GER, അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ്. കുട്ടികളിൽ ചിലപ്പോൾ മുകളിലേക്ക്, അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിൽ നിന്ന് താഴേക്ക് പോകുന്നതിന് പകരം റിഫ്ലെക്സ് എന്ന് പറയും. അതായത് അതിങ്ങനെ തേട്ടി മുകളിലേക്ക് വരുന്ന ഒരു അസുഖം, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ്. അതിലും ഈ പറയുന്ന ആസിഡ്, നമ്മുടെ വയറ്റിലെ ആസിഡ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് തൊണ്ടയെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് വിട്ടുമാറാത്ത ചുമയായിട്ട് കാണാറുണ്ട്. നാലാമത്തെ കോസ് എന്ന് പറയുന്നത് പീഡിയാട്രിക് ട്യൂബർകുലോസിസ്, കുട്ടികളിൽ കാണുന്ന ട്യൂബർകുലോസിസ്, ക്ഷയരോഗം. അതും വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നതാണ്. പലർക്കും അറിയില്ല, വലിയ ആളുകളിൽ മാത്രമാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളിൽ പീഡിയാട്രിക് ട്യൂബർകുലോസിസ് വളരെ കോമൺ ആണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന ബ്രോങ്കിയക്ടാസിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, അങ്ങനെയുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള ഡിസീസാണ്, വളരെ കോമൺ ആയിട്ട് കാണുന്നൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ആ അസുഖങ്ങളും കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമയായിട്ട് കാണാറുണ്ട്. സോ നമ്മൾ എക്സ്റേ എടുക്കേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ HRCT എന്ന് പറയുന്ന കുറച്ചുകൂടി കൂടിയ CT, തൊറാക്സ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും കുട്ടികളിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന സംഗതികളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വലിയ ആളുകളിലെ വിട്ടുമാറാത്ത ചുമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ പലതും കോമൺ ആണ് കേട്ടോ. വലിയ ആളുകളിലെ ആസ്മ അല്ലെങ്കിൽ അലർജി, ബ്രോങ്കൈറ്റിസ്, COPD, ഇതൊക്കെ ഇങ്ങനെ പല എന്താ വെച്ചാൽ ഒരേ സംഭവം തന്നെയാണ്, പല പേരുകളിൽ. ഇപ്പൊ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് COPDയുടെ ഫുൾ ഫോം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലമായിട്ട് നല്ല പുകവലിക്കുള്ള ആളുകളിൽ കുറച്ച് കഴിയുന്ന സമയത്ത് നല്ല വലിവും വിട്ടുമാറാത്ത ചുമയായിട്ട് ഇങ്ങനെ ചുമച്ചിരിക്കുന്നത് കാണാം. ഇപ്പൊ കുറച്ച് വയസ്സായ ആളുകളൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചോദിച്ചാൽ COPD ആണെന്ന് പറയും. COPD എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളിലാണ് കാണുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ആസ്മ, വലിയ ആളുകളിൽ ആസ്മ ഉണ്ടാവാറുണ്ട്. ബ്രോങ്കൈറ്റിസ്, ഈ ആസ്മയുടെ തന്നെ വേറെ രീതിയിൽ പറയുന്നതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ. ഓക്കെ, ഇതേ പറയുന്ന റിഫ്ലെക്സ് ഡിസീസ് ആളുകളിൽ വളരെ മോശമായിട്ടുള്ള അസിഡിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ വിട്ടുമാറാത്ത ചുമയായിട്ട് കാണാറുണ്ട്. ട്യൂബർകുലോസിസ്, കുട്ടികളിൽ പറഞ്ഞ പോലെ തന്നെ വലിയ ആളുകളിലും ക്ഷയരോഗം. അപ്പൊ എപ്പോഴും പറയാറില്ലേ, 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ നമ്മൾ എന്തായാലും കഫം ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറില്ലേ, അത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി വലിയ ആളുകളിൽ മാത്രം കാണുന്ന ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതാണ് ബ്രോങ്കോജനിക് കാർസിനോമ, അതായത് ലങ്ങിന്റെ. കുട്ടികളിൽ അത് വളരെ കുറച്ച് റെയർ ആണ്. പക്ഷെ വലിയ ആളുകളിൽ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ലങ് ക്യാൻസർ ആണോ എന്നുള്ളത് നോക്കണം. കാരണം അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വരും. ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ചിലപ്പോൾ ബയോപ്സി എടുക്കേണ്ടി വരും. അവിടുത്തെ ബ്രോങ്കോസ്കോപ്പിക് ലവാജ് എന്ന് പറയും, നമ്മൾ BAL എന്നൊക്കെ പറയും. അതായത് അവിടെ നിന്നുള്ള സെല്ലുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരും. പിന്നെ
വോക്കൽ കോഡ് ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ഈ സ്വനപേടകം എന്ന് പറയാറില്ലേ നമ്മൾ വോക്കൽ കോഡ്, അതിനെന്തെങ്കിലും ചെറിയ വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഇതേ പറഞ്ഞ പോലെ തന്നെ വിട്ടുമാറാത്ത ചുമ കാണാറുണ്ട്. ഈ പറയുന്ന കുട്ടികളിൽ കാണുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ്, ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്ന പല പല രോഗങ്ങളിലും സുപ്പറേറ്റീവ് ലങ് ഡിസീസ് ആണ് അത് പറയുക. സുപ്പറേറ്റീവ് ലങ് ഡിസീസ്, അതായത് ലങ്ങിലെ കഫം പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ ലങ്ങിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ സിസ്റ്റിക് ഫൈബ്രോസിസിലും ബ്രോങ്കിയക്ടാസിസിലും ഒക്കെ വരുന്നത്. അത് കുട്ടികളിലും കാണാറുണ്ട്, മുതിർന്ന ആളുകളിലും കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് വിട്ടുമാറാത്ത ചുമയുടെ കാരണങ്ങൾ. സോ നമ്മൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതി കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാനുണ്ടോ? വിട്ടുമാറാത്ത ചുമയാണ് നമ്മുടെ ടോപ്പിക്. വിട്ടുമാറാത്ത ചുമയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 to 3 minutes താഴെ എഴുതി കഴിഞ്ഞാൽ ഞാൻ വായിച്ച് ഉത്തരം പറയാം. തൈറോയിഡ് കൊണ്ട് ശ്വാസം മുട്ടുണ്ടാവും പറഞ്ഞാൽ തൈറോയിഡ് വലിയ ഗോയിറ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് തൈറോയിഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലുതായിട്ടേ നമ്മുടെ ഈ തൈറോയിഡിന്റെ പിന്നിൽ നമ്മുടെ ട്രക്കിയാണ്, ശ്വാസനാളാണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം കേട്ടോ. അതായത് അപ്പൊ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും, തൈറോയിഡിൽ വലിയ മുഴ കാണാൻ പറ്റും. അലർജി കഫ് ഉണ്ട്, ഇപ്പൊ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും കഫ് വരുന്നു. നോക്കൂ, ഇൻഹേലർ നമ്മൾ തുടങ്ങിയ ഉടൻ തന്നെ നമുക്കൊരു വ്യത്യാസം വന്നോളന്നില്ല. ആസ്മ എന്ന് പറയുന്നത്, അലർജി എന്ന് പറയുന്നതൊക്കെ ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു നമ്മുടെ ബോഡിയുടെ ഒരു സെൻസിറ്റൈസേഷൻ ആണ്, അത് അവരുടെ ജീൻസിലുള്ളതാണ്. സോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആസ്മയുള്ള ഒരു കുട്ടിയെ പൊടിയും പുകയിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആസ്മ വലുതാവും, വീസിങ് കൂടും. ആ കുട്ടിയുടെ എന്താ പറയാ മുഖത്ത് കുറച്ച് പൗഡർ അല്ലെങ്കിൽ അങ്ങനെ പൗഡറോ എന്തെങ്കിലും ഒരു സംഗതി അവർക്ക് ഒരു ട്രിഗർ ആയിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആസ്മ വരും. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ അതിൽ ചികിത്സ ആവശ്യമാണ്. ട്രിഗേഴ്സ്, അതായത് ഇത് ഉണ്ടാക്കുന്ന കൂട്ടുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. ഫുഡ് അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീസിങ് വരാറുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. രാത്രിയിൽ കുത്തി ചുമ, അതാണ് പറഞ്ഞ ഇന്ദു, രാത്രിയിലുള്ള കുത്തി ചുമ അത് കുട്ടിയിലാണോ വലിയ ആളാണോ എനിക്ക് അറിയില്ല. രാത്രിയിൽ മാത്രമാണെങ്കിൽ അത് കൂടുതലായിട്ട് ബ്രോങ്കൈറ്റിസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയാ ആസ്മയുടെ ഒരു രീതി ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾ അതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കണം, ബ്ലഡിൽ IgE ലെവൽ നോക്കണം, അതുപോലെ തന്നെ സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ പല പല ടെസ്റ്റുകൾ ഒരുമിച്ച് നോക്കി ആണ് ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഒറ്റ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബേസിക് ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ പലതരം ബ്ലഡ് ടെസ്റ്റുകൾ, ഈസ്നോഫിലിക് കൗണ്ട് നമ്മൾ നോക്കേണ്ടി വരും, IgE ലെവൽ നോക്കാറുണ്ട്, എക്സ്റേ നമ്മൾ എന്തായാലും ബേസിക്കലി എടുത്ത് വരും, ചിലപ്പോൾ HRCT എന്ന് പറയുന്ന കുറച്ചുകൂടി കൂടിയ ഇമേജിംഗ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടതായിട്ട് വരും, ആസ്മയ്ക്കാണെങ്കിൽ സ്പൈറോമെട്രി ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ രോഗിയുടെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ നോക്കി രോഗിയെ പരിശോധിച്ച് ഹിസ്റ്ററി ഒക്കെ നന്നായി എടുത്ത് ഏത് ടെസ്റ്റാണ് വേണ്ടതെന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും. ചുമ തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞ് പരിശോധന നടത്തണം? 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ എന്തായാലും നിങ്ങൾ പോയിട്ട് പരിശോധിക്കണം കേട്ടോ. 4 മാസമായി ചുമ മാറുന്നില്ല. ഇൻഹേലർ ഡോക്ടർ പറഞ്ഞു, പക്ഷെ അത് റുട്ടീൻ ആവുമോ എന്ന് പേടി. നോക്കൂ, ഡോക്ടർ വെറുതെ ഇൻഹേലർ പറയില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്മയുടെയും വലിവിന്റെയും ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കാം ഡോക്ടർ ഇൻഹേലർ പറഞ്ഞിട്ടുണ്ടാവുക. സോ നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ഇത് അസുഖം മാറുമോ, സോ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള പേടി കാരണം നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കട്ടെ എന്നാണോ? എല്ലാ ദിവസവും ചുമയ്ക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? സോ ഇൻഹേലറിനെ പേടിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇൻഹേലർ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അത് ആസ്മയ്ക്കുള്ള ഒരേ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് ക്രോണിക് ആസ്മ, അത് കുട്ടികളിലായാലും ശരി വലിയ ആളുകളിലായാലും ശരി, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സ്. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് അതിനൊരു പ്രോപ്പർ കൺട്രോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അഡിനോയിഡ് പ്രോബ്ലം ഉണ്ട്. നോക്കൂ, അഡിനോയിഡിന്റെ പ്രശ്നത്തില് അഡിനോയിഡ് ഉള്ള കുട്ടികൾക്ക് വിട്ടുമാറാത്ത ചുമ കാണാറുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോയിഡ് ഉള്ള കുട്ടികൾക്ക് എപ്പോഴും കഫക്കെട്ട് വരും. അതായത് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. തൊണ്ട, ഈ ടോൺസിലൈറ്റിസ്, അതായത് ആ ഒരു പ്രായം, ഒരു 3 വയസ്സ് മുതൽ ഒരു 9-10 വയസ്സ് വരെ ഇതിങ്ങനെ അഡിനോയിഡും ടോൺസിലൊക്കെ വലുതാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതിവിടെ ഇങ്ങനെ ഈ നമ്മുടെ ശ്വാസനാളിയെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി പഴുപ്പ് വരും, ചെവിയിൽ നീർക്കെട്ട് വരും, അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരും. സോ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ വിട്ടുമാറാത്ത ചുമ കാണാറുണ്ട് കേട്ടോ. അഡിനോയിഡും ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫാറ്റി ലിവറിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫാറ്റി ലിവറിനെ പറ്റി സംസാരിക്കാം കേട്ടോ. കുറെ പേര് ഫാറ്റി ലിവറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫാറ്റി ലിവറിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും വിട്ടുമാറാത്ത ചുമയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സോ കാരണങ്ങളൊക്കെ വളരെ ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ, നമ്മുടെ ലങ് ക്യാൻസർ ഒക്കെ നമ്മൾ ഈ ചുമ പലപ്പോഴും നമ്മൾ അവഗണിച്ചിട്ട്
വളരെ ലേറ്റ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. സോ വിട്ടുമാറാത്ത ചുമ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലങ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലും വിട്ടുമാറാത്ത ചുമയായിട്ടായിരിക്കാം ഇത് വരിക. ചിലപ്പോൾ കഫം തുപ്പുന്ന സമയത്ത് അതിൽ ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഉടൻ തന്നെ പോയിട്ട് കാണിക്കണം. കഫം തുപ്പുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന് TB ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രോങ്കോജനിക് കാർസിനോമ ലങ് ക്യാൻസർ ആവാം. രണ്ടാണെങ്കിലും നമ്മൾ ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. സോ ഒരിക്കലും കഫത്തിലൊക്കെ ബ്ലഡ് കണ്ടാൽ ഉടൻ തന്നെ പോയി കാണിക്കണം ഡോക്ടറെ കേട്ടോ. ചുമയുടെ കൂടെ കഫക്കെട്ട്, അതായത് ചുമയുടെ കൂടെ പനി കൂടി ഉണ്ടെങ്കിൽ നോക്കൂ, ചുമയുടെ കൂടെ പനി കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളല്ല നോർമലി. ചുമയുടെ കൂടെ പനി ഉണ്ടെങ്കിൽ നോർമലി അത് അത്ര വലിയ കുറെ കാലം നീണ്ടു നിൽക്കുന്ന ചുമയാവില്ല. അത് ഒരു അക്യൂട്ട് ഇൻസൾട്ട് ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും, ഒന്നുകിൽ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ. പക്ഷെ അങ്ങനെയുള്ള ചുമകൾ കാലാകാലം അങ്ങനെ നിൽക്കാറില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വിട്ടുമാറാത്ത ചുമയാണ്. പനിയുടെ കൂടെ വരുന്ന ചുമ അപ്പൊ നമുക്ക് കഫക്കെട്ട് വന്നു, ഓക്കെ. അപ്പൊ അങ്ങനത്തെ ചുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം നിന്ന് പെട്ടെന്ന് മാറുന്ന ചുമകളാണ് അല്ലെ. സോ അതിന് ചിലപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാവും. മേ ബി ഒരു കോഴ്സ് ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ കഫ് സിറപ്പോ ഒക്കെ മേ ബി ഒരു 1 വീക്ക് ഒക്കെ കഴിച്ചാൽ അത് മാറും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ വിട്ടുമാറാത്ത ചുമയെ പറ്റിയിട്ട്, കാരണങ്ങളെ പറ്റിയിട്ട്? സോ ഓക്കെ, അപ്പോ ഇന്നത്തെ ടോക്ക് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് എല്ലാവരിലേക്കും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. കുറെ പേര് ചോദിച്ച ഒരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. സോ ഇന്ന് ഒരാൾ ചോദിച്ച പോലെ അടുത്ത ടോപ്പിക് നമുക്ക് ഫാറ്റി ലിവർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.